ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ആരി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നീഡിൽസാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് പരിചയപ്പെടാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആദ്യത്തേത് തുളിപ്പ് നീഡിലാണ്. നമ്പർ 40, നമ്പർ 23 ആൻഡ് 24. ഈ മൂന്ന് നമ്പർ നീഡിലുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീഡിൽ യൂസ് ചെയ്യുന്നത്. നീഡിലിൻ്റെ ടിപ്പിലുള്ള ഹുക്കിൻ്റെ സൈസ് അനുസരിച്ചാണ് നീഡിലിൻ്റെ നമ്പർ നമ്മൾ പറയുന്നത്. ഈ നീഡിലിന് ഹുക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബീഡ്സ് ഒന്നും ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയിൻ സ്റ്റിച്ച് മാത്രമേ ഇതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് അയൺ നീഡിലാണ്. ഈ നീഡിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയൺ നീഡിലും തുളിപ്പ് നീഡിലും ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വുഡൻ സർദോസി നീഡിലാണ്. സർദോസി വർക്ക് ചെയ്യാനും അതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ നീഡിൽ ഉപയോഗിക്കുന്നത്. ഇത് ബെൻഡ് ആകുന്നത് കൊണ്ട് എനിക്കിത് വലിയ വിഷയമില്ല. പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പം ശരിയാകുമായിരിക്കും. അടുത്തത് അയൺ സർദോസി നീഡിലാണ്. ഇതും വുഡൻ സർദോസി നീഡിൽ പോലെ തന്നെ സർദോസി വർക്കും ബീഡ്സ് വർക്കും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ നീഡിലാണ് ഞാൻ സർദോസി വർക്കിനും ബീഡ്സ് വർക്കിനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം വുഡൻ നീഡിൽ ബെൻഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അത്ര പ്രാക്ടീസും ഇല്ല. ഇതാവുമ്പോഴത്തേക്കിനും അങ്ങനെ ബെൻഡ് ആവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള നീഡിലുകൾ. തുളിപ്പ് നീഡിലും അയൺ നീഡിലും ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വുഡൻ നീഡിലും അയൺ സർദോസി നീഡിലും നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ 4 നീഡിലും ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുളിപ്പ് നീഡിൽ ഉപയോഗിക്കും. ബീഡ്സ് വർക്കും സർദോസി വർക്കും ചെയ്യാനായിട്ട് അയൺ സർദോസി നീഡിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ തുളിപ്പ് നീഡിലും അയൺ നീഡിലുമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്യുവാണെങ്കിൽ ആ വർക്ക് ചെയ്യുമ്പോഴുള്ള നീഡിലിൻ്റെ റൊട്ടേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ തുളിപ്സ് നീഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതുപോലെ വളയും, ഇല്ലെങ്കിൽ ഇതുപോലെ നീഡിലിൻ്റെ അറ്റം ഒടിഞ്ഞു പോകും. വുഡൻ നീഡിലിന് പെട്ടെന്ന് ഡാമേജ് ഒന്നും സംഭവിക്കുന്ന നീഡിലല്ല. കുറേ നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ നീഡിൽ ചിലപ്പം ഊരിപ്പോകും. നമ്മളത് വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കയറ്റിയിട്ട് പശയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് 2 അയൺ നീഡിലുകളാണ്. ഇതിന് ഒരു ഡാമേജും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പം നീഡിലിൻ്റെ അറ്റത്തെ ആ ഒരു ഷാർപ്നെസ് ചിലപ്പം കുറയുമായിരിക്കും. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന നീഡിൽസ്. അപ്പോൾ ഈ നീഡിൽസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുതേ.